പ്രധാനപ്പെട്ട കാര്യം തീരവുമായി ബന്ധപ്പെട്ടാണ്. കേരള തീരത്ത്, അതായത് തെക്കൻ കേരള തീരത്തും അതുപോലെ ലക്ഷദ്വീപ് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കടലിൽ ശക്തമായ കാറ്റിന് മണിക്കൂറിൽ പരമാവധി 50-55 കിലോമീറ്റർ വരെ വേഗതയിലൊക്കെ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും അതുപോലെ മോശം കാലാവസ്ഥയ്ക്കും കടലിൽ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അതിനാൽ മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണം. കടലിൽ പോകരുതെന്ന നിർദ്ദേശം കർശനമായി പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായി തന്നെ കേരള തീരത്ത് ഉയർന്ന തിരമാല 3.3 മീറ്ററിന് മുകളിൽ ഉയർന്ന തിരമാലയ്ക്കും തെക്കൻ തമിഴ്നാട് തീരത്തും സമാനമായി ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും കടലേറ്റത്തിനും ഒക്കെ സാധ്യത നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് കൂടി ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്നുണ്ട്. എന്താണെങ്കിലും മഴ തുടരും. പ്രത്യേകിച്ച് രാത്രിയൊക്കെ മഴ കനക്കാനാണ് സാധ്യത. തെക്കൻ കേരളം, മധ്യ കേരളത്തിലെയും മലയോര മേഖലയിൽ രാത്രി സമയങ്ങളിൽ അതീവ ജാഗ്രത വേണം. ശരി, അലക്സ് റാം മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ഷഫീദ് റാവുത്തറും ചേരുന്നു. ഷഫീദ്, തിരുവനന്തപുരത്ത് കനത്ത മഴയാണോ? എന്താണ് നഗരത്തിലെ സാഹചര്യം?